അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നല്ല ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 1 ഇയർ ബേബി 21 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 21 ഇഞ്ച് ലെങ്ത്തിൽ ഫുൾ ലെങ്ത്താണ് കേട്ടോ. 1 ഇയർ ബേബി 16 സൈസ് വരുന്നത്. ഇത് ഫുൾ ലെങ്ത് ആയതുകൊണ്ട് 21 ഇഞ്ചിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിൽ നമ്മൾ ഒരു എന്താ പറയുക സാരി മോഡൽ ഒരു പീസും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ടോട്ടൽ ഫാബ്രിക്സും കാര്യങ്ങളൊക്കെ ഞാനിതാ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ലൈനിങ്ങും എല്ലാ മെറ്റീരിയലുകളും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി പാർട്ട് കട്ടിങ്ങാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് 7+1 വരുന്നുണ്ട്. 7 ഇഞ്ച് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ 1 തയ്യൽ തുമ്പാണ് കേട്ടോ. ഷോൾഡർ 4.5 ഇഞ്ച്, ചെസ്റ്റ് 5.5 ഇഞ്ച് +1 കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. വേസ്റ്റ് പാർട്ടും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെസ്റ്റിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചാൽ മതി കേട്ടോ ബോഡി പാർട്ടിൻ്റെ ശരിക്കുള്ള അളവ്. അപ്പം കറക്റ്റ് അത് കൊടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വള്ളി കൊടുക്കുന്നതുകൊണ്ട് ചെസ്റ്റ് പോർഷൻ്റെ ആ അളവ് തന്നെ നമുക്ക് ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് ഭാഗം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ കുട്ടികൾക്ക് ഇടിവിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടെ കുറയും അങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചാണ്, വൈഡ് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇയർ സാധാരണ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മളവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളും അതുപോലെ നെക്കും പിന്നെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷനും കൂടെ ഒന്ന് കുഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച്. നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഒന്നും കൂടെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക ആ പാർട്ടൊക്കെ. ശേഷം ബാക്ക് പാർട്ട് ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ സിബിനുള്ള ഒരു എക്സ്ട്രാ 3/4 ഇഞ്ച് തയ്യൽ തുമ്പോൾ നമ്മൾ എക്സ്ട്രാ അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബാക്ക് നെക്ക് 1.5 ഇഞ്ച് കൊടുത്താൽ മതി. ഫ്രണ്ട് നമ്മൾ 2 കൊടുത്തത്. അപ്പോൾ ബാക്ക് 1.5 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിൽ സിബ് വെക്കാനുള്ള ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ സാറ്റിനും അതുപോലെ വർക്ക് നെറ്റൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് സെയിം അളവ് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ ബാക്ക് പീസും സാറ്റിനും കോട്ടൺ ലൈനിങ്ങും ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു പീസ് വെച്ച് കട്ട് ചെയ്തുമ്പോൾ കറക്റ്റ് അളവിലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാ ബോഡി പാർട്ടിൻ്റെ പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു എന്താ പറയുക സാരീൻ്റെ ആ ഒരു മോഡൽ ഉണ്ടല്ലോ ഷോൾ പോലെ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ അവിടെ ഒരു ഫ്രില്ലും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു യോക്ക് പോർഷൻ്റെ അളവ് അതുപോലെ ബാക്കിലേക്കും ആ യോക്ക് പോർഷൻ്റെ ഒരു അളവും കൂടെ കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ഒരു എന്താ പറയുക 10 ഇഞ്ചും കൂടെ കൂട്ടി കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 12 ഇഞ്ചും കൂടെ കൂട്ടി കൊടുത്തിട്ട് 28 ഇഞ്ച് ലെങ്ത്ത് അതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് 30 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 21 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാർട്ട് മാത്രം ഈ ഒരു ഭാഗം 21 ഇഞ്ചിന് ശേഷം ഒന്ന് താഴോട്ട് ഒന്നിങ്ങനെ അതാ ചെരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ഒരു 7 ഇഞ്ച് ഫ്രില്ല് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു 7 ഇഞ്ച് ഫ്രില്ല് നമ്മൾ യോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. പിന്നെ സ്കേർട്ട് പാർട്ട് കട്ടിങ്ങാണ്. ഇത് 3 മീറ്റർ നെറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ 2 പാർട്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ 14.5 ഇഞ്ചാണ് 7 ഇഞ്ച് യോക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള സ്കേർട്ട് പോർഷൻ്റെ അളവ്. അതിൽ 2 പീസ് നമ്മൾ 3 മീറ്ററിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ 6 മീറ്ററിലാണ് കേട്ടോ ഫ്രില്ലിട്ടെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു 3 മീറ്റർ ഫോൾഡ് ചെയ്തുമ്പോൾ തന്നെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം 2 ഭാഗം ഒന്നും കൂടെ വരച്ച് സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നു, വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ 2 പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 14.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് യോക്ക് പാർട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള അളവാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊരു 14 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടിന് നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ കൊടുക്കുന്നത്. സെക്കൻഡ് ലെയർ നമ്മൾ 14 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്, 1/2 ഇഞ്ച് കുറച്ചിട്ട്. സാധാരണ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മളതൊന്ന് മാർക്ക് ചെയ്തിട്ടിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രില്ലിട്ടിട്ട് നമ്മൾ വേസ്റ്റ് പോർഷൻ എത്രയാണോ ആ ഒരു അളവിൽ എല്ലാ പീസസും നമ്മൾ ഫ്രില്ലിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ 2 പീസും സെക്കൻഡ് ലെയർ 1 പീസും അങ്ങനെ 9 മീറ്റർ ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട്. അപ്പോൾ ഫുൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് പഫേറ്റ് കിടക്കാൻ ഒന്നും കൂടെ തിക്കിൽ ഫ്രില്ല് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്, ക്രേപ്പ് ലൈനിങ്. നമ്മൾ ഫസ്റ്റ് ലെയർ എത്രയാണോ കട്ട് ചെയ്തത് ആ ഒരു സെയിം അളവിൽ തന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും കട്ട് ചെയ്തിട്ടെടുക്കുക. ലെങ്ത്ത് 14.5 ഇഞ്ചിൽ 2 പീസസ് കേട്ടോ. ഇപ്പോൾ ആ ലൈനിങ്ങൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാം നമ്മൾ വീതി പാർട്ട് എങ്ങനെയാണോ ആ ഒരു പാർട്ടിന് നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 2-2.25 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് മെറ്റീരിയൽ നമുക്ക് ഫ്രില്ലിടാനും കിട്ടും ആ ഒരു മെത്തേഡിൽ ചെയ്താൽ. അപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ്ങും സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാറ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 1 ഇഞ്ചും കൂടെ കുറച്ചിട്ട് 13 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടെടുത്തുള്ളത്. 2 പീസാണ് കേട്ടോ. ഇതാ വീതി പാർട്ടിന് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ യോക്ക് പാർട്ട് നമ്മൾ സാധാരണ ലൈനിങ്ങിൻ്റെ മുകളിൽ സാറ്റിൻ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ വർക്ക് പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ അതൊരു വീഡിയോ വിട്ടുപോയി. അപ്പോൾ അത് കറക്റ്റായിട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ ചെറിയ ചെറിയ കട്ടുകളൊക്കെ കൊടുത്തിട്ട് കട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മറിച്ചെടുത്തിട്ട് ഒന്ന് ഫുൾ എല്ലാ ഭാഗവും ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ബാക്ക് പീസും നമ്മൾ ലൈനിങ്ങും വർക്ക് പീസും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് പീസ് നമ്മളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഷോൾഡർ പോർഷന് ജോയിൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പീസും വെച്ചിട്ട് ഒന്ന് കോർത്തെടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ 2 വശം ഒരേപോലെ ജോയിൻ ചെയ്തിട്ടെടുക്കുക. ജോയിൻ ചെയ്തിട്ടെടുത്തിട്ട് നമ്മൾ സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിബ് വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് 2 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വേസ്റ്റ് ഭാഗത്ത് ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഫ്രില്ല് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 3 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 13 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ കട്ട് എടുത്തിട്ടുള്ളത്. ഹെവി സാറ്റിനിലാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തിട്ടെടുത്തുള്ളത്. പിന്നെ ഈ ഒരു ഫ്രില്ല് കൊടുക്കുന്നതിൻ്റെ ഈ ഒരു സാമ്പിൾ ഇങ്ങനെയാണ് കേട്ടോ. അത് ആ ഒരു ഫ്രണ്ട് വെച്ച് ഒരു 3/4 ഭാഗം കവർ ചെയ്തിട്ട് ഫ്രില്ല് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബെൽറ്റും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന അളവെന്ന് പറഞ്ഞാൽ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് തന്നെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക.
ഇതിന് ശേഷം നമ്മൾ ആ ഒരു 7 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് തന്നെ ഒരു 6 ഇഞ്ച് പാകത്തിൽ നമ്മൾ അത് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒഴിവാക്കിയതിന് ശേഷം, ആ 1 ഇഞ്ച് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ഫ്രില്ലിട്ട നെറ്റ് പീസ് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഷോൾഡർ പോർഷനിൽ കട്ടിങ് വരുന്നുണ്ടല്ലോ, അവിടെയും ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രില്ലിട്ടിട്ട് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഫ്ലവർ അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രില്ലൊക്കെ നല്ല വൃത്തിയിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർഡറിൽ വെക്കണം എന്നൊന്നുമില്ല, എന്താ പറയുക, നല്ല വൃത്തിക്കായിരുന്നാൽ മാത്രം മതി കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സൈഡൊക്കെ ഒന്ന് ഓവർലോക്കൊക്കെ ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ജിബിൻ്റെ എന്താ പറയുക, യോക്ക് പാർട്ടിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ഒരു 7.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരണം 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് പോർഷന് 11 ഇഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് പോർഷന് 10.5 ഇഞ്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ കറക്റ്റായി കിട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അളവ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഏറ്റവും സിമ്പിളായി കിട്ടും. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും 2 ലെയർ നെറ്റും എല്ലാം നമ്മൾ ഫ്രില്ലിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഒന്നിച്ച് ഞാൻ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഏകദേശം നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക മോഡൽ ഫ്രോക്കിൻ്റെ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ മാത്രമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ 2 സ്കേർട്ട് പോർഷൻ്റെയും ടോപ്പ് പോർഷൻ്റെയും തയ്യൽ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഒരു ഭാഗം കറക്റ്റ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഓവർലോക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഫ്രോക്ക് അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഷോൾഡർ പോർഷനിൽ നമ്മളൊരു ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു മോഡലും ഒക്കെയുള്ള ഫ്രോക്കാണ്. അപ്പോൾ 1 ഇയർ ബേബിക്ക് ബർത്ത്ഡേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.